പള്ളിപ്പെരുന്നാളടി, പോലീസ് സ്റ്റേഷനിലടി, ബസ്സിലടി, നിഞ്ച ഫൈറ്റ്, കാർച്ചീസ് കിടിലം, ഒരു പൊളി അടിപ്പടം. ഇതിലൊരു സോമസോൾട്ട് സീൻ ഉണ്ട്. ഇടി കിട്ടിയിട്ട് മമ്മൂക്ക ഇങ്ങനെ തലകുത്തി മറയുന്ന ഒരു സീൻ. എന്റെ അമ്മോ, 73 വയസ്സുള്ള ഒരാളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വീഴ്ചയാണ്. ഡാഡിക്ക് മമ്മൂട്ടിക്ക് ഒരേ പ്രായമാണ്, പക്ഷെ ഡാഡി ഈ പ്രായത്തിൽ തലകുത്തി മറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. 73 വയസ്സിലെ രജനീകാന്ത് അല്ലാതെ വേറെ ആരാണ് ഇങ്ങനെയുള്ള മാസ് സീൻസ് ചെയ്യാൻ ഇന്ത്യൻ സിനിമയിലുള്ളത്? സ്റ്റൺ സീനൊക്കെ കണ്ടപ്പോ ആകെ കൂടി കൈയൊക്കെ പിരുപിരുത്ത് ഇതിനടുത്ത് പങ്കിടാൻ തോന്നി. ഈ തലകുത്തി മറിയുന്ന സീനിലുണ്ടല്ലോ, തിയേറ്ററിൽ പെട്ടെന്ന് ഒരു നിശബ്ദത വന്നു. എല്ലാവരും ഒന്ന് ഞെട്ടി. എല്ലാവരും എന്നൊരു ശബ്ദം പെട്ടെന്ന് ഉയർന്നു വന്നു. എന്നുവെച്ചാൽ എല്ലാവരും അത്രയ്ക്കും പേടിച്ചു പോയി. 73 വയസ്സിൽ ഈ മമ്മൂട്ടിയുടെ ഈ കുത്തി മറയുന്ന ഇത് കണ്ടപ്പോഴത്തേക്കും ഇതായിപ്പോയി എല്ലാവരും. ഈ സിനിമയിലെ രണ്ടാമത്തെ പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ രാജ്ബി ഷെട്ടിയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗുമാണ്. മലയാളത്തിൽ ഫഹദ് ഫാസിൽ, തമിഴിൽ വിജയ് സേതുപതി, അതുപോലൊരു ജിന്നാണ് കന്നഡയിൽ നിന്നുള്ള രാജ്ബി ഷെട്ടി. പിന്നിലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണും. ഈ 3 ജിന്നുകൾക്കും ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ 3 പേരും സിമ്പിൾ ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും പവർഫുൾ പെർഫോമൻസ് ആണ്. രാജ്ബി ഷെട്ടി ടർബോയിൽ അഭിനയിച്ചത് തന്നെ ഗരുഡ കമ്പനിയുടെ ഇമേജ് ബ്രേക്ക് ചെയ്യാനെന്ന് തോന്നിയിട്ടുണ്ട്. ഫഹദിന്റെ രംഗണ്ണെ പോലെ തന്റെ അനുയായികൾക്ക് സൂട്ടും കോട്ടും കൊടുത്തിട്ട് സ്വയം മുണ്ടും തോർത്തും ഇട്ട് മാസ് ചെയ്യുന്ന വെട്രിവേൽ ഷൺമുഖ സുന്ദരം. പുള്ളിയുടെ ജോസുമായിട്ടുള്ള ഫേസ് ഓഫ് രംഗങ്ങളും ഫൈനൽ ഫൈറ്റിലെ സ്വാഗും ഫൈറ്റും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ധ്രുവത്തിലെ ഹൈദർ മരക്കാറിന് ശേഷം മമ്മൂട്ടിക്ക് ഒത്ത ഒരു വില്ലനാണ് വെട്രിവേൽ ഷൺമുഖം. മിഥുൻ പറഞ്ഞ പോലെ വില്ലൻ സ്ട്രോങ് ആയാൽ മാത്രമേ നായകൻ ഡബിൾ സ്ട്രോങ് ആവൂ. മലയാളത്തിൽ ഒരു വില്ലനെ കൊണ്ട് ഈ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല, ഫെമിലിയാരിറ്റി മൂലം. മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ അന്യഭാഷ നടന് മാത്രമേ സാധിക്കുകയുള്ളൂ. രാജ്ബി ഷെട്ടി, this man stole the entire show. Pure devil. ഈ സിനിമയിലെ തേർഡ് പോസിറ്റീവ് ഫീനിക്സ് പ്രഭുവിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി. മൊത്തം 5 ഇടിയുണ്ട്. 5ന്റെയും കൊറിയോഗ്രാഫി വളരെ ഡിഫറെന്റ് ആണ്. 73 വയസ്സിൽ ഇത്രയും മാസ് ഫൈറ്റ് പ്രതീക്ഷിച്ചില്ല. മമ്മൂട്ടിയും രജനീകാന്തും അല്ലാതെ വേറെ ഏത് നടനാണ് ഈ പ്രായത്തിൽ ഇത്രയും മാസ് സീൻസ് ചെയ്യാനുള്ളത്? ഫൈറ്റ്സിൽ ഏറ്റവും അടിപൊളി ഫൈനൽ ഫൈറ്റ് സീൻ തന്നെ. 3 ഡിഫറെന്റ് ഫൈറ്റ്സ് ഒരേ സീനിൽ കമ്പോസ് ചെയ്തത് ഒരു ഇന്നോവേഷൻ ആയി തോന്നി. ഈ സിനിമയിലെ ഫോർത്ത് പോസിറ്റീവ് ബിന്ദു പണിക്കറിന്റെയും അഞ്ജന പ്രകാശിന്റെയും പെർഫോമൻസ് ആണ്. ഈ സിനിമയിലെ കോമഡി പാർട്ട് കൈകാര്യം ചെയ്യുന്നത് ബിന്ദു ചേച്ചിയാണ്. മലയാളം സിനിമയിൽ ഇന്നും കോമഡി ടൈമിംഗിൽ ബിന്ദു പണിക്കർ കഴിഞ്ഞ ആളുള്ളൂ എന്ന് വീണ്ടും തെളിയിച്ചു. മലയാള സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ ഒരു അച്ചിൽ വാർത്ത നായികമാരല്ല, അവർ വളരെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്യൂട്ടിയും ടാലൻസും ഉള്ള നായികമാരാണ്. മമ്മൂട്ടിയെ പോലെ ഒരു മൈറ്റി സൂപ്പർ സ്റ്റാറിന്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നാച്ചുറൽ ആക്ട്രസ് ആണ് അഞ്ജന ജയപ്രകാശ്. ഈ സിനിമയിലെ 5ാമത്തെ പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ ക്രിസ്റ്റോ സേവിയറുടെ BGM-ആണ്. ബിഗ് ബീം ഭീഷ്മയും പോലെയുള്ള ഒരു സ്ലോ വൈബ് സിനിമയല്ല ടർബോ. ബ്രഹ്മയുഗം സിനിമയിലെ 2ാം പകുതിയിൽ സിനിമയ്ക്ക് വേണ്ട ഭീതി ജനിപ്പിക്കുന്ന BGM കൊടുത്ത ക്രിസ്റ്റോ ഈ സിനിമയ്ക്ക് വേണ്ടി മാസ് BGM തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേര്. ഈ സിനിമയിലെ 6ാമത്തെ പോസിറ്റീവ് മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു മാസ് മസാല എന്റർടൈനിന് ആവശ്യമായ ഒരു ടൈറ്റ് സ്ക്രിപ്റ്റ് തന്നെ പുള്ളി ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ള ബിൽഡപ്പ് മൂലം ചെറിയ ഡ്രാഗ് എനിക്ക് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫിലെ ടൈറ്റ് സ്ക്രിപ്റ്റ് കാരണം ക്ലൈമാക്സ് ഒക്കെ നല്ല പഞ്ചായിട്ടുണ്ട്. 5ാം ബോധര പോലെ അല്ലല്ലോ ആടിന്റെ സ്ക്രിപ്റ്റ്, അതുപോലെയല്ല ടർബോ. ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് വേറെ ആയിരിക്കും. സാധാരണ മാസ് സിനിമയിൽ കാണുന്ന പോലെ അണ്ടർവേൾഡ് ഏജന്റ് ഒന്നും ഈ സിനിമയിലില്ല. നേരെ പോ എന്ന് സ്വഭാവമുള്ള ജോസൂട്ടി എന്ന ഇടുക്കി നാടൻ കഥാപാത്രമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. മാസ് പടത്തിൽ ആരെങ്കിലും ലോജിക്ക് അന്വേഷിക്കൂ? ഒരു അടിപ്പടത്തിൽ ആരും കുറോസോവയും കുബ്രിക്കിനെയും തേടിയല്ലോ വരുന്നത്. നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? സമീർ മുഹമ്മദിന്റെ ത്രില്ലടിപ്പിക്കുന്ന എഡിറ്റിംഗ്, മാസ് സിനിമയ്ക്ക് ആവശ്യമായ കളർ ഗ്രേഡിംഗും ക്യാമറ മൂവ്മെന്റും വിഷ്ണു ശർമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ ഫൈറ്റ് സീനും കാർ ഡ്രിഫ്റ്റിംഗ്, ഒരു അടിപൊളി കാർ പാർക്കിങ്ങും ഫൈനൽ ഫൈറ്റ് സീനും ഒക്കെ എടുത്ത് പറയുന്നതുണ്ട്. ഈ സിനിമയിലെ 8ാമത്തെ പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ വൈശാഖിന്റെ തിരിച്ചുവരാണ്. ഒരു സ്കാം ത്രെഡാക്കിക്കൊണ്ട് വിജയ് രജനി പടം പോലെ ക്ലീഷേ സ്റ്റോറി ആണെങ്കിലും ഒറ്റ ക്രിഞ്ച് സീന് പോലും ടർബോയിലില്ല. മാത്രവുമല്ല ഫൈനൽ 40 മിനിറ്റിൽ സിനിമയെ എലിവേറ്റ് ചെയ്യുന്ന സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ഉണ്ടെന്നാലും ഹൈ ഒക്ടൈൻ ആക്ഷൻ സീക്വൻസുകളും ഓവർ ദ ടോപ്പ് കൊറിയോഗ്രാഫിയും കൊണ്ട് ടർബോയിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് വൈശാഖ് നടത്തിയത്. അമൽ നീരദിന്റെ സിനിമകളെ പോലെ 40 കിലോമീറ്ററിൽ തുടങ്ങി 80 കിലോമീറ്ററിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് 200 കിലോമീറ്ററിൽ അവസാനിക്കുന്ന ഒരു മാസ് ആക്ഷൻ പടമാണ് ടർബോ. കുട്ടികളും കുടുംബമായി തിയേറ്ററിൽ പോയി തന്നെ ആഘോഷിച്ചോളൂ. ഇത് മെഗാസ്റ്റാറിനെ തീ പാറിക്കുന്ന ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേരെ കിട്ടാം.